എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ജില്ലാ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട എല്ലാവിധ വിവരങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും, അതുപോലെ തന്നെ നിങ്ങൾ എത്ര ഓപ്ഷൻസ് വെക്കണം, ഒരു ഓപ്ഷൻ വെക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നിങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ഒരു പ്രോസ്പെക്ടസ് നോക്കിയിട്ട് ഈ ഒരു ഡേറ്റ് പറയുന്നതിനായിട്ട്. കാരണം പല വിദ്യാർത്ഥികളും പ്രോസ്പെക്ടസ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള ആ ഒരു തീയതിയാണ് 31-ാം തീയതി. ഇതിൽ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് സൂചനയൊന്നും നൽകിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷ ഈ ഒരു ജൂലൈ 31-നാണോ വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജൂലൈ 31-ന് ഈ ഒരു അഡ്മിഷൻ അവസാനിപ്പിക്കുന്നതിനുള്ള തീയതിയാണ്. അതായത് പിന്നീട് യാതൊരു വിധത്തിലും സ്കൂളുകളിൽ അഡ്മിഷൻ നൽകുന്നതല്ല. അപ്പോൾ ആ ഒരു ഡേറ്റാണ് ഈ ഒരു ജൂലൈ 31-ാം തീയതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂൺ 22-ാം തീയതിയോ അല്ലെങ്കിൽ 23-നോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പല വിദ്യാർത്ഥികൾക്കും അത് സംശയമുണ്ടാകും. അപ്പോൾ അത് സപ്ലിമെൻ്ററിക്ക് ശേഷമായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളത്. സപ്ലിമെൻ്ററിക്ക് മുൻപ് ആയിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 21-ാം തീയതി ആണ് ഇതിൻ്റെ അഡ്മിഷൻ അവസാനിക്കുന്നത്. ഈ ഒരു മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ അവസാനിക്കുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്, അതായത് +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് 24-ാം തീയതിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ആരംഭിക്കുന്നത് ഈ ഒരു ജൂലൈ 2-ാം തീയതിയാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഏകദേശം 9 ദിവസത്തോളം തന്നെ, അതായത് 9-10 ദിവസത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആയിരിക്കും സപ്ലിമെൻ്ററിക്ക് മുൻപ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിനുള്ള ഡേറ്റ് ഈ ഒരു ലേറ്റ് ആവുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിലെ സപ്ലിമെൻ്ററി ഘട്ട ഒരു അലോട്ട്മെൻറ്റാണുള്ളത്. അപ്പോൾ അത് അവസാനിച്ച ശേഷം അതിൽ സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ അതിനെ പൊതു മെറിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മുഖ്യഘട്ടത്തിൽ നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കോട്ടയിൽ 1, 2 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും, അതായത് സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താലും ഒന്നാമത്തെ ഓപ്ഷനാണ് സെക്കൻഡിലും തേർഡിലും കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കും. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിലോ തേർഡ് ട്രാൻസ്ഫറിലോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തരത്തിലാണ് ട്രാൻസ്ഫർ ഉള്ളത്. ഒന്നാമത്തെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ, അതായത് സ്കൂളും മാറാം കോഴ്സും മാറാം. അടുത്തത് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ജില്ലയും മാറാം, സ്കൂളും മാറാം, കോഴ്സും മാറാം. അപ്പോൾ ഈ രീതിയിൽ 2 തരത്തിലാണ് ട്രാൻസ്ഫർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാം. ഒരു ഓപ്ഷൻ ആയിരുന്നാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്നോ ആ ഒരു ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ സെയിം സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾ ട്രാൻസ്ഫർ വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയാണ് എങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അക്കാര്യം പല വിദ്യാർത്ഥികളും സംശയമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിലവിൽ ലഭിച്ച ആ ഒരു സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര തരത്തിലാണ് ഓപ്ഷൻ വെക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാം. അതുപോലെ ഒരു സ്കൂളിൽ നിന്നും സെയിം സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാവുന്നതാണ്. അതായത് ഒരു സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ വെക്കാം. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വെക്കാം. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്നും കോഴ്സ് മാറി
കൊണ്ട്, അതായത് ഇപ്പോൾ ആദ്യം ലഭിച്ചെടുത്ത് കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആ ഒരു സ്കൂളിൽ, അത് ബി എന്ന സ്കൂളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസോ ആണ് വേണ്ടതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതായത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അത് സ്കൂൾ മാറാതെ കോഴ്സ് മാറ്റം മാറുന്നു. അതുപോലെ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറുന്നു. അതുപോലെ ഒരു സ്കൂളിൽ നിന്ന് ആ ഒരു സ്കൂളിലെ കോഴ്സും അതുപോലെ തന്നെ ആ ഒരു സ്കൂളും, അതായത് രണ്ടും മാറുന്നു, സ്കൂളും കോഴ്സും രണ്ടും മാറുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 തരത്തിലും നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി വെക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ജില്ലാ ട്രാൻസ്ഫർ. ഈ ഒരു നിങ്ങൾക്ക് സെയിം ഒരു ജില്ലയിലെ തന്നെ സ്കൂളോ കോഴ്സോ മാറുന്നതിന് നിങ്ങൾക്ക് ജില്ലാ ട്രാൻസ്ഫറിൽ ആ ഒരു സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നും, ഈ ഒരു രീതിയിൽ നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻസൊക്കെ മറ്റൊരു ജില്ലയിലേക്ക് കൂടി വെക്കുന്നതിന് ജില്ലാ ട്രാൻസ്ഫർ എന്നും പറയാൻ സാധിക്കും. ജില്ലാ ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഏകദേശം സെക്കൻഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ജില്ലാ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഞാൻ അപേക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ചിന്തിക്കുക. കാരണം പല വിദ്യാർത്ഥികളും നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കും. ട്രാൻസ്ഫറിന് അപേക്ഷ നൽകി കഴിഞ്ഞ ശേഷമായിരിക്കും ഇതിന് അപേക്ഷിക്കേണ്ടതില്ലല്ലോ, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ അതുപോലെ തന്നെ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ആ ഒരു കാര്യം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ട്രാൻസ്ഫർ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് കിട്ടും, നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ മാറേണ്ടി വരും, അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടി വരും. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ശേഷമാണ് വെച്ച ഓപ്ഷൻ മാറിപ്പോയി എന്ന് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻസ് മാറിപ്പോയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഉൾപ്പെട്ടത്, അതുപോലെ തന്നെ കൊമേഴ്സിൽ ഉൾപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.